ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതേ കോളിഫ്ലവർ ചില്ലിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ കോളിഫ്ലവർ ഇട്ട് കൊടുത്തേ. അപ്പോൾ കോളിഫ്ലവർ എടുക്കുമ്പോൾ വൃത്തിയുള്ളത് എടുക്കാനും അത് നല്ലപോലെ കനം കുറച്ച് അരിയാനും ശ്രദ്ധിക്കണേ. ഇതിലും ചെറുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ആ ഉപ്പ് നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഒന്ന് പിടിക്കുകയും ചെയ്യും. അതായത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് കോളിഫ്ലവർ ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. നമ്മളിവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. എരിവിന് മാത്രം കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാശ്മീരി മാത്രം ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇടാൻ പോകുന്നത് നെയ്സ്റ്റേൻ്റെ ചില്ലി ചിക്കൻ മസാലയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പിടാൻ മറക്കല്ലേ. എല്ലാവരും ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇട്ട് കൊടുത്തത്. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മളൊന്ന് ജസ്റ്റ് എല്ലാവരുടെയും പിടിക്കത്തക്ക വിധത്തിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയായി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഞാനിപ്പോഴാണ് അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മൾ കോളിഫ്ലവറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 5 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് ഈ സമയത്ത് എരിവ് ഇപ്പം കുറച്ച് സ്പൈസി രീതിയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പം ചേർത്തിട്ടില്ല. നമ്മളെ ബാറ്ററൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പാകത്തിന് വെന്ത് വന്ന നമ്മളെ കോളിഫ്ലവർ ഊറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നമുക്ക് നല്ല പോലെ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് എല്ലാവിടെയും നമ്മൾ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ നേരത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം വറുത്തെടുക്കുക. അല്ലെങ്കിൽ അപ്പം തന്നെ വറുക്കണമെങ്കിൽ അപ്പം തന്നെ വറുത്തെടുക്കുക. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതൊരു പാത്രം വെച്ചത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തന്നെ വേർതിരിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തട്ടുകട സ്റ്റൈലിലൊരു കോളിഫ്ലവർ ചില്ലിയൊക്കെ നമുക്ക് കഴിക്കണം എന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് നമുക്ക്, അല്ലെങ്കിൽ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കമൻറ്റൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. തീ ഒരുപാട് ഫ്ലെയിം ഓവറായിട്ട് കത്തിച്ച് പോയാൽ നമ്മളെ കോളിഫ്ലവറിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോവേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ പിന്നെ ഇട്ട് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നിറയെ കറിവേപ്പില, എത്രയും കറിവേപ്പില ഇടുന്നോ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. നല്ലൊരു ക്രിസ്പി ആയിട്ട് കറിവേപ്പിൻ്റെ എല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വറുത്ത് കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.